അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. ഡോക്ടർ ലളിതാംബിക അനീതിയുടെ പുതിയ പര്യായം, അല്ലെങ്കിൽ അഴിമതിയുടെ പുതിയ മുഖം. എത്ര ലാഘവത്തോടെയാണ് അവർ പറഞ്ഞത് 5 വർഷമല്ല 50 വർഷം വേണമെങ്കിലും കത്രിക ശരീരത്തിനുള്ളിൽ കിടന്നാൽ ഒരു കുഴപ്പവുമില്ലെന്ന്. ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പോൾ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെൻ്റ് പഴക്കം കണ്ടുപിടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും. അതുകൂടാതെ അടുത്ത വിട്ടിത്തം, ഇതിപ്പോൾ ഞങ്ങൾ തന്നെ മറന്നു വെച്ചതാണോ അതോ വേറെ സർജറിയിൽ നിന്നും പറ്റിയതാണോ? ഇനി ആ കത്രികയുടെ പഴക്കം ഏതെങ്കിലും ലാബിൽ കൊടുത്ത് പരിശോധിക്കണം. അതുകൊണ്ടാണ് ചെയ്തത്. അല്ലെ കോവിഡ് സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സർജറി ചെയ്യത്തില്ല. ക്യാൻസർ, ഓവറിയിലെ ക്യാൻസർ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ചെയ്തപ്പോൾ ഫൈബ്രോയിഡ് ആയിരുന്നു. പേഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ കോവിഡ് കാലത്ത് കഷ്ടപ്പെട്ട് ചെയ്തത്. ഇപ്പം ചെയ്തവർക്ക് അത് വരെയായി. അടുത്ത വേറൊന്ന്, കോവിഡ് സമയത്താണ് ഞങ്ങൾ ആ സർജറി ചെയ്തു കൊടുത്തത്. ആ സമയത്ത് സർജറി ഒന്നും സാധാരണ ചെയ്യാറില്ലായിരുന്നു, നോട്ട് ദ പോയിന്റ്. അപ്പോൾ നമ്മൾ ആ സ്ത്രീക്ക് ഒരു സഹായം ചെയ്തതാണ്, അതിപ്പോൾ പാരയായി പോലും. പിന്നെ കത്രിക വയറ്റിൽ വെച്ച് തുന്നി കൊടുക്കുന്നതാണോ സഹായം? ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ചോദിച്ചു പോവുകയാണ്, ഈ ലളിതാംബികയ്ക്ക് MBBS റോഡിൽ കിടന്ന് കിട്ടിയതാണോ അതോ അവരൊരു വ്യാജ ഡോക്ടറാണോ? ഇനി എല്ലാ ഡോക്ടറും പറഞ്ഞു എല്ലായിടും എന്നെ ജോലിക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ തൊഴിലുറപ്പിന് പോകുമായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ വേദന ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പണിക്ക് പോകുന്നില്ല. പുന്നപ്ര സ്വദേശിനി ഉഷ ജോസഫ്, ആ പാവം പിടിച്ച സ്ത്രീ കഴിഞ്ഞ 5 വർഷമായിട്ട്, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 5, 2021 മുതൽ ഈ ഒരു കത്രികയും വയറ്റിലിട്ട് നടക്കുകയാണ്. ആ സാധു സ്ത്രീക്ക് മൂത്രം പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പാമ്പർ ഉപയോഗിച്ച് വരികയായിരുന്നു പോലും. 5 വർഷമായി നരകയാതന അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയെ എത്ര പുല്ലുവിലയാണ് ഈ ഡോക്ടർ എന്ന് പറയപ്പെടുന്ന ലളിതാംബിക കൊടുത്തത്. പണ്ടാനം മെഡിക്കൽ കോളേജ് നമുക്കറിയാം, പണ്ടേ കുപ്രസിദ്ധി ആർജിച്ച ഒരെണ്ണമാണ്. എങ്ങനെ ആവാതിരിക്കും? ഇതുപോലെയുള്ള മുതലുകളല്ലേ അവിടുത്തെ ഡോക്ടർമാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് കഴിഞ്ഞ 5 വർഷം അനുഭവിച്ച നരകയാതനകൾക്ക് തത്തുല്യമായ സഹായം സർക്കാർ കൊടുത്തിരിക്കണം. അവർക്കിനി ജോലി ചെയ്യാതെ ജീവിക്കാനുള്ള വകയും സ്വന്തമായി ഒരു വീടുമൊക്കെ സർക്കാരിൽ നിന്ന് കിട്ടാൻ 100% അർഹതയുള്ളവരാണ് അവർ. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും ശ്രീമതി വീണ ജോർജിനോടും പ്രത്യേക അഭ്യർത്ഥന, പ്രാർത്ഥന, അവർക്കുടനെ തന്നെ എന്തെങ്കിലും അടിയന്തര സഹായത്തിനുള്ള നടപടികൾ സ്വീകരിക്കണം. അതുപോലെ ഇത്രയും ഭീകരമായ അലക്ഷ്യമായ കൃത്യനിർവഹണത്തിന് മേൽനോട്ടം വഹിച്ച ഡോക്ടർ എന്ന് വിളിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അപ്പോൾ ഇത്രയും ഭീകരമായ അലക്ഷ്യമായ കൃത്യനിർവഹണത്തിന് മേൽനോട്ടം വഹിച്ച ലളിതാംബിക എന്ന സ്ത്രീയെ സർവീസിൽ നിന്നും എല്ലാ ആനുകൂല്യങ്ങളും റദ്ദാക്കി നീക്കം ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഉഷ ജോസഫ് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ. Thank you. Love you all.